ഓവർ തിങ്കിങ് ഒരു വീക്ക്നെസ് അല്ല. ഇത് ബ്രെയിനിലെ ഒരു ബയോളജിക്കൽ പ്രോസസ് ആണ്. നമ്മുടെ ബ്രെയിനിലെ അമിഗ്ഡല എന്ന ഭാഗം ത്രെറ്റ് ഡിറ്റക്ഷൻ സെന്റർ ആണ്. ചെറിയ പ്രശ്നം പോലും ഡേഞ്ചറായി കാണാൻ ഇതിന് ടെൻഡൻസി ഉണ്ട്. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരാളോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു, പക്ഷേ അവർ അത് നിരസിച്ചു. അവിടെ നിന്ന് ബ്രെയിൻ തുടങ്ങും: അവർ അപ്സെറ്റ് ആണോ? ഞാൻ ആവശ്യപ്പെട്ടത് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നോ? അവർ എന്നെ ഇഗ്നോർ ചെയ്യുകയാണോ? ആക്ച്വൽ പ്രോബ്ലം ചെറിയതാണ്, പക്ഷേ അമിഗ്ഡല അതിനെ ത്രെഡായി കാണുന്നു. നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ മുൻഭാഗത്തുള്ള പ്രധാന ഭാഗമാണ് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്. ഇത് നമ്മുടെ ചിന്ത, തീരുമാനമെടുക്കൽ, ആത്മനിയന്ത്രണം, വ്യക്തിത്വം എന്നിവയെ നിയന്ത്രിക്കുന്നു. ഇത് ഫ്രോണ്ടൽ ലോബ് എന്ന മസ്തിഷ്ക ഭാഗത്തിൻ്റെ മുൻവശത്താണ്. സ്ട്രെസ് കൂടുമ്പോൾ ഈ ഭാഗം താൽക്കാലികമായി വീക്കാകുന്നു, വറീഡാകാൻ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ കോർട്ടിസോൾ എന്ന കെമിക്കൽ റിലീസ് ചെയ്യും. ബോഡി അലർട്ട് മോഡിലേക്ക് പോകും. അതുകൊണ്ട് തോട്ട് ലൂപ്പ് നിർത്താൻ പറ്റാതെ പോകുന്നു. സോ ഓവർ തിങ്കിങ് എന്നത് വീക്ക് മൈൻഡ് അല്ല, ഇറ്റ് ഈസ് ആൻ ഓവർ ആക്ടിവേറ്റഡ് സർവൈവൽ സിസ്റ്റം. ബോഡി കാം ആകുമ്പോൾ ബ്രെയിൻ കാം ആകും. ഡീപ്പ് ബ്രീത്തിങ്, ഗ്രൗണ്ടിങ് ആൻഡ് പ്രസൻറ്റ് അവെയർനെസ് ഇവ ബ്രെയിൻ ബാലൻസ് തിരിച്ചു കൊണ്ടുവരും.